നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കടുക്കുകയാണ്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ വ്യോമസേനയ്ക്ക് കനത്ത നഷ്ടമെന്ന് റിപ്പോർട്ടുകൾ. അത്യാധുനിക നിരീക്ഷണ ആക്രമണ ഡ്രോണുകളായ 11 MQ-9 റീപ്പറുകൾ ഇറാൻ വെടിവെച്ചിട്ടതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഡ്രോണുകളുടെ തകർച്ച അമേരിക്കയ്ക്ക് വരുത്തിവെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ്. ഒരു MQ-9 റീപ്പർ ഡ്രോണിൻ്റെ ഏകദേശ വില $30 മില്യൺ. വെടിവെച്ചിട്ട 11 ഡ്രോണുകളുടെ ആകെ മൂല്യം കണക്കാക്കിയാൽ അത് ഏകദേശം $330 മില്യൺ മുകളിൽ വരും. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2700 കോടിയിലധികം രൂപ. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ സാങ്കേതിക തിരിച്ചടിയായാണ് സൈനിക നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ കണ്ണുകൾ എന്നറിയപ്പെടുന്ന റീപ്പർ ഡ്രോണുകൾ മണിക്കൂറിൽ 480 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ്. എന്നാൽ ഇറാൻ്റെ പരിഷ്കരിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇവ പലപ്പോഴും പതറുന്നതായാണ് യുദ്ധമുഖത്തെ കാഴ്ചകൾ പറയുന്നത്. CBS ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഡ്രോൺ നഷ്ടങ്ങളുടെ എണ്ണം കുത്തനെ ഉയർന്നത്. ഖത്തറിൽ നിന്നുള്ള ഫ്രണ്ട്ലി ഫയർ മൂലവും ഒരു ഡ്രോൺ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡ് സെൻ്ററുകളും മിസൈൽ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ നീക്കം. എന്നാൽ പ്രത്യാക്രമണമായി ഇറാൻ വിക്ഷേപിച്ച ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ആധുനിക യുദ്ധവിമാനങ്ങൾ രംഗത്തിറക്കാൻ അമേരിക്ക ആലോചിക്കുന്നുണ്ട്. എങ്കിലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡ്രോണുകൾ നിഷ്പ്രഭമാക്കുന്നത് വൻ ശക്തിയായ അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.